ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് മലപ്പുറം സ്വദേശി അഫ്സൽ ഹനാൻ. ബിസിനസ് ആവശ്യത്തിനായിട്ടാണ് അഫ്സൽ ഖാൻ ടെഹ്റാനിലെത്തിയത്. നാളെ ദുബായിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. സഹായത്തിനായി നോർക്കെ ബന്ധപ്പെട്ടുണ്ടെന്ന് അഫ്സൽ ഖാൻ 24 പറഞ്ഞു. അഫ്സൽ ഖാൻ ടെഹ്റാനിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അഫ്സൽ ഖാൻ. താങ്കൾ ദുബായിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനാണ് അവിടെ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവിടെ എന്താണ് അവസ്ഥ? അവിടെ ഈ ഇൻ്റർനെറ്റും ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് ശേഷം ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ടെഹ്റാനിൽ എത്തിയത്. അങ്ങനെ നാളെ തിരിച്ചു മടങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ പുലർച്ചെ ഒരു 3:30 മണി സമയം ലോക്കൽ ടൈം ആയപ്പോൾ സമയത്താണ് ഇവിടെ അറ്റാക്ക് നടന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഹോട്ടൽ റൂമിൽ തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ്. വെളിയിൽ ഒന്നും ആളൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ലോക്കൽ ആളുകൾ ഇന്നലെ രാത്രി വരെ അവര് തടിച്ചുകൂടി അവർ മുദ്രാവാക്യം വിളികളും തിരിച്ചടിക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഇവിടുത്തെ ലോക്കൽ ചാനലുകൾ. ചില സമയത്ത് മാത്രമേ ഇവിടെ കണക്ടിവിറ്റി എല്ലാം കിട്ടുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഒന്നും പറ്റുന്നില്ല. നെറ്റ് എല്ലാം പോയി കിടക്കുകയാണ്. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് മുമ്പാണ് ഹോട്ടലിലെ വൈഫൈ കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളത്. നെറ്റ്വർക്കാണ് വലിയ പ്രശ്നം. എല്ലാം ഇന്നലെ വരെ എല്ലാ നെറ്റ്വർക്കും കിട്ടിയത്. ഇന്ത്യൻ നമ്പർ വരെ എനിക്ക് ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോ അതൊന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വെളിയിലൊന്നും ആളുകളൊന്നും കാണുന്നില്ല. ഇപ്പൊ പുലർനേരം ഇവിടെ 6 മണി ആയിട്ടുള്ളൂ. ഏകദേശം ടെഹ്റാൻ പാർട്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ഇതിന്റെ അടുത്താണ് ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട് ഇവർക്ക്. ഇന്നിപ്പോ പുലർച്ചെ ഒരു 3 മണി സമയത്ത് വലിയൊരു ശബ്ദം കേട്ടിരുന്നു. അങ്ങനെ ഞങ്ങള് ഉണർന്നിരിക്കാനായിരുന്നു ഉണ്ടായിരുന്നത് റൂമില്. അപ്പോ രാവിലെ ജസ്റ്റ് ഒന്ന് നെറ്റ് വന്ന സമയത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ മെഹ്റാബാദ് എയർപോർട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത്. അത് എന്താണ്, അറ്റാക്കാണോ എന്താണെന്നും അറിയാൻ പറ്റിയിട്ടില്ല. അഫ്സൽ ഖാൻ, താങ്കൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. കണക്ടിവിറ്റി കട്ടായി പോകുന്നുണ്ട് ഇടയ്ക്ക്, എന്നാലും കേൾക്കാം, പറയാം. ഈ അവിടെ സമയം എത്രയായി? ഇപ്പോൾ പുറത്തൊക്കെ ആളുകളുണ്ടോ? അവിടെ ഒരു യുദ്ധസമാന സാഹചര്യമാണോ ടെഹ്റാൻ നിൽക്കുന്നത്? പ്രത്യേകിച്ച് കാര്യം വ്യാപകമായൊരു ബോംബിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രയേൽ നടത്തിയത്. പ്രത്യേകിച്ച് അണുവായുധ കേന്ദ്രങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചതെങ്കിലും വലിയ പരിഭ്രാന്തി പരത്തുന്ന ഒരു വളരെ മാസങ്ങളായി പ്ലാൻ ചെയ്ത ഒരു അറ്റാക്കാണ് നടത്തിയിരിക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, തീർച്ചയായും. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ സമയം 6:10 ഇവിടുത്തെ സമയം. വെളിയിൽ നോക്കിയിട്ടൊന്നും ആളുകളും മനുഷ്യനും ഒന്നും കാണുന്നില്ല. ഞാൻ ഗ്ലാസ്സിലൂടെ ജസ്റ്റ് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് വെളിയിലുള്ളത്. എല്ലാവരും എനിക്ക് തോന്നുന്നു വീടുകളിലൊക്കെ അടഞ്ഞുകൂടി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഹോട്ടൽ റൂമിലും ഇവിടെ ഞാൻ ജസ്റ്റ് ലോബിയിലേക്ക് നോക്കിയപ്പോ ഒന്നും ആളുകളൊന്നും ഇല്ല. അവിടെ പ്രതീക്ഷിക്കാൻ അഫ്സൽ ഖാൻ, വേറൊരു കാര്യം, അവിടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളെല്ലാം റദ്ദ് ചെയ്തതായിട്ടാണോ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്? തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ അറ്റാക്കിന്റെ സമയം അറിഞ്ഞത് മുതൽ തന്നെ ഫ്ലൈറ്റിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തു. എമിറേറ്റ്സ് ഫ്ലൈറ്റ് ലാസ്റ്റ് ഓൺലൈനിൽ കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് അതും അവർ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഇന്റർനാഷണൽ സർവീസുകളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ടെഹ്റാൻ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ വെടിശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, സ്ഫോടനങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കാര്യം ഈ ടെഹ്റാനിലാണല്ലോ മെയിനായിട്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതെ. പുലർച്ചെ 3:30 സമയത്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അടുത്തുനിന്നല്ല, കുറച്ച് ചെറുതായിട്ട് നമുക്ക് കേൾക്കുന്നത്. അങ്ങനെ ഉറക്കമൊക്കെ എണീച്ചിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് ശബ്ദം കേട്ടിട്ടാണ് ഉണർന്നത് 3 മണിക്ക്. അപ്പോ ജസ്റ്റ് നോക്കി പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല, എങ്കിലും ശബ്ദം കേട്ടു. അപ്പോഴാണ് ഇന്നിപ്പോ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് നെറ്റ് ജസ്റ്റ് വന്ന സമയത്ത് നോക്കിയപ്പോഴാണ് മെഹ്റാബാദ് എയർപോർട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത് ഇവിടുത്തെ വാർത്താ ചാനലുകളിൽ. അത് അറ്റാക്ക് ആണോ എന്താണോ എന്നൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. വീണ്ടും ബന്ധപ്പെടാം. എന്തായാലും താങ്കൾ സുരക്ഷിതനായിട്ട് ഇരിക്കുക. കാര്യം ഫ്ലൈറ്റ് വരുമ്പോഴാണല്ലോ താങ്കൾ ഈ ദുബായിലേക്ക് മടങ്ങുക. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. അഫ്സൽ ഖാൻ, മലപ്പുറത്തുകാരനാണ് അഫ്സൽ ഖാൻ. അവിടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് അദ്ദേഹം അവിടെ എത്തിയതാണ്. എന്നാൽ അദ്ദേഹം തിരിച്ചു മടങ്ങാനുള്ള ഫ്ലൈറ്റ് റദ്ദ് ചെയ്യപ്പെട്ടു. മാത്രമല്ല ഇൻ്റർനെറ്റ് ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം കുറച്ചധികം സമയമായി വാട്സപ്പ് വഴി എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ഈ നെറ്റ് കട്ടായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹമായിട്ട് ഇപ്പം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.